الحمد لله الذي فرض الحج على عباده إلى بيته الحرام ورتب على ذلك جزيل الأجر ووافر الإنعام وأشهد أن لا إله إلا الله وحده لا شريك له ذو الجلال والإكرام وأشهد أن محمدًا عبده ورسوله أفضل من صلى وزكى وحج وصام وصلى الله عليه وعلى آله وأصحابه والتابعين لهم بإحسان ما تعاقبت الليالي والأيام وسلم تسليما. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും കൂടെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഉമ്മയും, അതായത് ഹാജറ, ഒരു ചെറിയ കുഞ്ഞ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഈ ഒരു കുടുംബം, ചെറിയ കുടുംബം, ഇബ്രാഹിം നബി ആ രണ്ടുപേരെയും കഅബാലയം ഉണ്ടാക്കാൻ പോകുന്ന അതിന് പരിസരത്താക്കി മക്കയിൽ നിന്ന് അദ്ദേഹം ഫലസ്തീനിലേക്ക് തിരിച്ച് യാത്ര പോവുകയാണ്. അവിടെ കൂടെ സഹായത്തിനാരുമില്ല. കൃഷിയോജ്യമല്ലാത്ത നിലക്കുള്ള ഒരു ഉണങ്ങിയ പ്രദേശം, ആരും താമസക്കാരായിട്ട് അവിടെ ഇല്ല. ആ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആ ഉമ്മ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തിരിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു. അല്ലാഹു അമറക ബിഹാദ, ഇങ്ങനെ ഞങ്ങളെ ഇവിടെ ആക്കി പോകാൻ അല്ലാഹു ആണോ നിങ്ങളോട് കൽപ്പിച്ചത്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറഞ്ഞു, നഅം, അതെ. അപ്പോൾ ആ നല്ല ഉമ്മ പ്രതികരിച്ചു, ഇദൻ ലാ യുദയ്യിഉനാ, എങ്കിൽ അല്ലാഹു ഞങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്തുകയില്ല, ഞങ്ങൾ ഒരിക്കലും പ്രയാസപ്പെടുകയില്ല. അള്ളാഹുവിൽ ബരമേൽപ്പിച്ചുകൊണ്ട് ആ ഉമ്മയെയും മകനെയും അവിടെ ആക്കിക്കൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തിരിഞ്ഞു പോയ സന്ദർഭത്തിൽ കുറച്ച് മുന്നോട്ട് ചെന്ന ശേഷം അദ്ദേഹം ഒരു പ്രാർത്ഥന നിർവഹിച്ചു. സൂറത്തു ഇബ്രാഹിമിന്റെ 37-ാമത്തെ ആയത്തിൽ അത് കാണാം. റബ്ബനാ ഇന്നി അസ്കൽതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സറഇൻ, അല്ലാഹുവേ, എൻ്റെ ദുർരിയത്തിനെ, എൻ്റെ സന്താനങ്ങളെ ഞാൻ ഇവിടെ ഒരു താഴ്വരയിലാക്കി പോവുകയാണ്, കൃഷിയോജ്യമല്ലാത്ത ഒരു സ്ഥലം.
ഇന്ദ ബൈത്തിക്കൽ മുഹറം, നിന്റെ പരിപാവനമായ കഅബാലയത്തിന് സമീപത്തായിക്കൊണ്ട്. റബ്ബനാ ലിയുഖീമുസ് സ്വലാത്ത്, അല്ലാഹുവേ അവർ നമസ്കാരം നിലനിർത്താൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. ഫജ്അൽ അഫ്ഇദതം മിനൻ നാസി തഹ്വി ഇലൈഹിം, ലോകത്തുള്ള എല്ലാ ആളുകളുടെയും ഹൃദയങ്ങൾ അവരിലേക്ക് തിരിയുന്ന രൂപത്തിൽ ആക്കണമേ അല്ലാഹുവേ. വർസുഖുഹും മിനസ് സമറാത്ത്, അവർക്ക് പലവർഗ്ഗങ്ങൾ പഴങ്ങൾ നീ റിസ്ഖായി നൽകണമേ. ലഅല്ലഹും യഷ്കുറൂൻ, അവർ നിനക്ക് നന്ദി കാണിച്ച് ജീവിക്കുവാൻ വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന സ്വീകരിച്ചു. അല്ലാഹു ആ കുടുംബത്തെ ഏറ്റെടുക്കുകയാണ്. അവർക്ക് അഭയമായി സമാധാനമായി സംസം എന്ന് പറയുന്ന ആ അനുഗ്രഹീതമായ പാനീയം അല്ലാഹു അവിടെ ഉത്ഭവിപ്പിച്ചു കൊടുത്തു. കാലങ്ങൾ കുറെ മുന്നോട്ട് പോയി. കാബ നിർമ്മിക്കുവാനുള്ള കൽപ്പന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് വഹയായി അള്ളാഹു കൊടുത്തു. ആ വഹി വന്നപ്പോൾ പലസ്തീനിൽ നിന്ന് അദ്ദേഹം മക്കയിലേക്ക് തിരിച്ചു വരികയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം രണ്ടുപേരും ചേർന്നുകൊണ്ട് കാബാലയം പണി തുടങ്ങി. സൂറത്തുൽ ബഖറയുടെ 127, 128 ആയത്തുകൾ. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്ത് വഇസ്മാഈൽ, കഅബയുടെ അടിത്തറകൾ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കൂടി ഉയർത്തുമ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു, റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണമേ. ഇന്നക അൻതസ് സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനി ലക്, അല്ലാഹുവേ ഞങ്ങളെ നീ മുസ്ലിമാക്കണമേ, നിനക്ക് കീഴൊതുങ്ങി ജീവിക്കുന്ന മുസ്ലിങ്ങളിൽ ഞങ്ങളെ നീ ആക്കണമേ. വമിൻ ദുരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക്, ഞങ്ങളെ മാത്രമല്ല ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും നിന്നെ അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിം സമൂഹം ഉണ്ടാക്കണമേ അല്ലാഹുവേ. വഅരിനാ മനാസികനാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ പഠിപ്പിച്ചു തരണമേ. വതുബ് അലൈനാ, ഞങ്ങൾക്ക് നീ പൊറുത്തു തരണമേ, മാപ്പു തരണമേ. ഇന്നക അൻത തവ്വാബുർ റഹീം, നീ തൗബ സ്വീകരിക്കുന്നവനാണ്, കാരുണ്യവാനാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥന നിർവഹിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു യുക്തി, ലോകത്തുള്ള എല്ലാ ആളുകളും അങ്ങോട്ട് തിരിയണം. അത് റബ്ബിന്റെ ഒരു തീരുമാനമായിരുന്നു. അതോടുകൂടി ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ അവിടേക്ക് തിരിയുക എന്ന് മാത്രമല്ല, ഹജ്ജ് എന്ന മഹത്തായ കർമ്മത്തിനു വേണ്ടി, ഉംറ എന്ന മഹത്തായ കർമ്മത്തിനു വേണ്ടി ആ കഅബാലയം ലക്ഷ്യമാക്കിക്കൊണ്ട് വരാൻ തുടങ്ങി. അത് കാലം കുറയായി തുടങ്ങിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം സത്യമാണ്, അല്ലാഹു ഹഖാണ്, അല്ലാഹുവിന്റെ നിയമങ്ങൾ ഹഖാണ്, അല്ലാഹുവിന്റെ ദീന് സത്യമാണ്, ഹഖാണ് എന്ന് ബോധ്യപ്പെടുത്തി തരുന്ന ചരിത്രപരമായ കാര്യങ്ങളാണ് അതൊക്കെ. ഞാൻ ആ ഭാഗത്തേക്ക് പോവുകയല്ല. ഇത് റബ്ബിന്റെ യുക്തിപൂർവമുള്ള ഒരു ഉദ്ദേശമായിരുന്നു. കഅബയുടെ നിർമ്മാണം പൂർത്തിയായപ്പോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല കൽപ്പിച്ചു. സൂറത്തുൽ ഹജ്ജിലെ 27-ാമത്തെ വചനം, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, നീ പ്രഖ്യാപിക്കുക, വിളംബരം ചെയ്യുക, ഹജ്ജിന്റെ വിളംബരം. ആളുകളെല്ലാം അങ്ങോട്ട് വരണം. ആ വിളംബരം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നടത്തി. അതിന് അദ്ദേഹം കയറി നിന്നത് മഖാമു ഇബ്രാഹിമിലാണ്. മഖാമു ഇബ്രാഹിം എന്ന് പറയുന്ന കല്ല് രണ്ടാവശ്യങ്ങൾക്ക് വേണ്ടി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, കഅബയുടെ ചുമരുകൾ ഉയരം കൂടിയപ്പോൾ ആ കല്ലുകൾ വെക്കാൻ വേണ്ടി ഈ കല്ലിൽ കയറി നിന്നിട്ടുണ്ട്. അതാണ് മഖാമു ഇബ്രാഹിം. അല്ലാഹു തആല ഹജ്ജിന്റെ വിളംബരം നടത്താൻ പറഞ്ഞപ്പോൾ അദ്ദേഹം കയറി നിന്ന് വിളിച്ചു പറഞ്ഞത് ഈ കല്ലിലാണ്. അല്ലാഹു തആല ലോകമെമ്പാടും ആ ശബ്ദം കേൾപ്പിച്ചു. അന്ന് അല്ലാഹു തആല പറയുകയും ചെയ്തു, യഅ്തൂക റിജാലൻ, ആളുകൾ നടന്നുകൊണ്ടുവരും, വഅലാ കുല്ലി ളാമിരിൻ, മിരിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്ത് വരും എന്ന് പറഞ്ഞാൽ ദൂര ദിക്കുകളിൽ നിന്ന് യാത്ര ചെയ്ത് ക്ഷീണിച്ച ഒട്ടകപ്പുറത്ത് ആളുകൾ ഹജ്ജിന് വേണ്ടി വരും. യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, എല്ലാ വിദൂര സ്ഥലങ്ങളിൽ നിന്നും ഇടുങ്ങിയ ദേശങ്ങളിൽ നിന്നുമെല്ലാം അവർ ഹജ്ജിന് വേണ്ടി കടന്നു വരും. അള്ളാഹുവിന്റെ ആ പ്രഖ്യാപനം ലോകം കേട്ടു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെയുള്ള വിളംബരം അല്ലാഹു തആല കേൾപ്പിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും അല്ലാഹു തആല ആ കാര്യം കേൾപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് നിർവഹിച്ചു. അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് ഹജ്ജ് എന്ന് പറയുന്ന ആ കർമ്മം നിർബന്ധമാക്കി. അത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ 5 തൂണുകളിൽ ഒന്നായി നിശ്ചയിച്ചു. ഇസ്ലാമിന്റെ 5 തൂണുകളിൽ ഒന്ന്, സാമ്പത്തികമായ ശേഷിയുള്ള, ശാരീരികമായ ശേഷിയുള്ള ആളുകൾക്ക്
അതുകൂടി നിർവഹിച്ചെങ്കിൽ മാത്രമേ അവന്റെ ഇസ്ലാം പരിപൂർണമാവുകയുള്ളൂ. അതാണ് ഇസ്ലാമിന്റെ തൂണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇതൊരു നിർബന്ധമായ കർമ്മമാണ്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കഴിവുള്ളവർക്ക്, സാമ്പത്തികമായ കഴിവും ശാരീരികമായ കഴിവും അത് രണ്ടുമുള്ള ആളുകൾക്ക് അല്ലാഹു തആല നിർബന്ധമാക്കി. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത്, സൂറത്തു ആലി ഇംറാനിലെ 97-ാമത്തെ വചനമാണ് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. ലോകത്തിന് മുഴുവൻ സന്മാർഗമായി കൊണ്ട്, അനുഗ്രഹമായി കൊണ്ട് ഒന്നാമതായി ഉണ്ടാക്കപ്പെട്ട ബക്ക എന്ന പ്രദേശത്തെ ആ ഭവനം, അവിടെ മഖാം ഇബ്രാഹിം ഉണ്ട്. ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്, ഒരുപാട് അടയാളങ്ങളുണ്ട്, പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. അവസാനം അല്ലാഹു തആല പറഞ്ഞു, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത്, ആ കഅബയിൽ വന്നുകൊണ്ട് ഹജ്ജ് ചെയ്യൽ ജനങ്ങൾക്ക് നിർബന്ധമാണ്. നമസ്കാരം നിർബന്ധമായതുപോലെ, നോമ്പ് നിർബന്ധമെന്നതുപോലെ, സകാത്ത് നിർബന്ധമെന്നതുപോലെ അതും നിർബന്ധമാണ്. ആർക്ക്? മനിസ്തത്വാ ഇലൈഹി സബീല, അതിലേക്ക് വഴിയെത്തുന്നവർക്ക്. ആ വഴിയാണ് സാമ്പത്തികമായ വഴിയും ശാരീരികമായ വഴിയും. നമസ്കാരത്തിന് ഷർത്തുകളുണ്ട്, സകാത്തിന് ഷർത്തുകളുണ്ട്, നോമ്പിന് ഷർത്തുകളുണ്ട്, അതേപോലെ ഹജ്ജിനും ഷർത്തുണ്ട്. ഈ ഷർത്ത് ഒത്തുകഴിഞ്ഞാൽ അവന് ഹജ്ജ് നിർബന്ധമാണ്. ഒമൻ കഫറ, ആരെങ്കിലും നിഷേധം കാണിച്ചാൽ, അപ്പൊ കഴിവുണ്ടായിട്ട് ശേഷിയുണ്ടായിട്ട് ഒരാൾ ഹജ്ജിന് പോകുന്നില്ല എന്ന് തീരുമാനിക്കുകയാണ് എങ്കിൽ ഫൈനല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, അല്ലാഹ് ധന്യനാണ്. അല്ലാഹ് ആരുടെയും ഒന്നും ആവശ്യമില്ല. നഷ്ടം അത് പോകാത്ത ആളുകൾക്കാണ്, അത് നിർവഹിക്കാത്ത ആളുകൾക്കാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ഒരു പ്രസംഗം നടത്തി, ഒരു ഖുതുബ. ആ ഖുതുബയിൽ ഇങ്ങനെ പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖദ് ഫറല്ലല്ലാഹു അലൈക്കുമുൽ ഹജ്ജ ഫഹജ്ജു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഹജ്ജ് ചെയ്യണം. ഈ പ്രസംഗം നടത്തിയപ്പോ ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, അകുല്ല ആമിൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ എല്ലാ കൊല്ലവും ഹജ്ജ് ചെയ്യണം? ഫസകത, നബി ഒന്നും മിണ്ടിയില്ല. കാരണം ചില ചോദ്യങ്ങൾ അങ്ങനെയാണ്, ആവശ്യമില്ലാത്ത ചോദ്യങ്ങളായിരിക്കാം. അപ്പൊ അത് വീണ്ടും ചോദിക്കാതിരിക്കാനാണ് പ്രവാചകൻ മിണ്ടാതിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം അത് 3 തവണ ആവർത്തിച്ച് ചോദിച്ചു. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ ഖുൽതു നഅം ലവജബത്, ഞാൻ അത് എല്ലാ വർഷവും വേണമെന്ന് പറഞ്ഞാൽ അത് വാജിബാകും. വലമസ്തതഅതും, അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധ്യമാവുകയില്ല. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപദേശം കൂടി കൊടുത്തു, ദറൂനി മാ അബ്തറകുതുകും, ഞാൻ നിങ്ങളെ എന്തെന്ന് പഠിപ്പിച്ചാണോ വിടുന്നത് അതിൽ നിങ്ങൾ നിൽക്കുക. ഫൈന്നമാ ഹലക മൻ കാന ഖബ്ലകും ബികത്രതി സുആലിഹിം, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകൾ നശിപ്പിക്കപ്പെടാനുള്ള കാരണം ആവശ്യമില്ലാത്ത അധിക ചോദ്യങ്ങളാണ്. വഖ്തിലാഫിഹിം അലാ അംബിയായിഹിം, അവരുടെ നബിമാരിലുള്ള അവരുടെ ഭിന്നതകളുമാണ്. അതുകൊണ്ട് ഫൈദാ അമർതുകും ബിശൈഇൻ, ഞാൻ നിങ്ങളോടൊരു കാര്യം കൽപ്പിച്ചാൽ ഫഅതു മിൻഹു മസ്തതഅതും, കഴിവിന്റെ പരമാവധി അത് ചെയ്യുക. വൈദാ നഹൈതുകും അൻ ശൈഇൻ, ഒരു കാര്യം നിരോധിച്ചാൽ ഫദഉഹു, അത് നിങ്ങൾ വർജിക്കുകയും ചെയ്യുക. അപ്പോൾ ഹദീസ്, ഇതിൽ നമ്മൾ പഠിക്കേണ്ട പാഠം, ജീവിതത്തിൽ ഒരു തവണ സാമ്പത്തികമായ ശേഷിയുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടുള്ള ഇബാദത്താണ് ഹജ്ജ് എന്ന് പറയുന്നത്. സഹോദരന്മാരെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അതായത് ഒരാൾക്ക് ശാരീരികമായ ശേഷിയുണ്ട്, സാമ്പത്തികമായ ശേഷിയുമുണ്ട്, ഹജ്ജിന് പോകാൻ കഴിവുള്ളയാളാണ്, എന്നിട്ട് അദ്ദേഹം പോകുന്നില്ല എങ്കിൽ അതിനെ കുറിച്ചാണ് പറയുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളുടെ ഇസ്ലാം പരിപൂർണമാകണമെങ്കിൽ ഈ 5 തൂണുകളും മുറുകെ പിടിക്കേണ്ടതുണ്ട്. എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഹദീസാണ് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അതാണ് ഒന്നാമത്തേത്, സാക്ഷ്യവചനങ്ങൾ. അതില്ലാതെ മറ്റു കർമ്മങ്ങൾ കൊണ്ട് കാര്യമില്ല. ആദ്യം അതാണ് വേണ്ടത്. പിന്നീട് നമസ്കാരം, അതേപോലെ സകാത്ത്, അതേപോലെ നോമ്പ്, അതേപോലെ തന്നെ ഹജ്ജും. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികവും ശാരീരികവുമായ ശേഷിക്കപ്പുറം മറ്റൊരു നിബന്ധന കൂടിയുണ്ട്. ആ നിബന്ധനയാണ് മഹറം എന്ന് പറയുന്നത്. വിവാഹബന്ധം നിഷിദ്ധമായ ഏതെങ്കിലും ആളുകൾ, വാപ്പ, സഹോദരൻ, അതല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിലെ ആ രക്തബന്ധമുള്ള ആളുകൾ, കുടുംബബന്ധം, വിവാഹബന്ധം നിഷിദ്ധമായിട്ടുള്ള ആളുകൾ അവർ കൂടെ ഉണ്ടാകണം, അതല്ലെങ്കിൽ ഭർത്താവ് കൂടെ ഉണ്ടാകണം. അതില്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഹജ്ജ് നിർബന്ധമല്ല. മഹറം ഇല്ലാതെ ഇസ്ലാമിന്റെ നിയമപ്രകാരം ഒരു സ്ത്രീ ഹജ്ജിന് പോകാനും പാടില്ല, പോകേണ്ട ആവശ്യമില്ല അവൾക്ക്. കാരണം ഹജ്ജ് നിർബന്ധമായിട്ടില്ല. അവിടെ മഹറം എന്ന് പറയുന്ന നിബന്ധന അവൾക്ക് കിട്ടിയിട്ടില്ല.
പലപ്പോഴും പുരുഷന്മാർ കൂടെയില്ലാതെ സ്ത്രീകൾ മാത്രമായിക്കൊണ്ട്, ചിലപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് ഒന്നോ രണ്ടോ സ്ത്രീകൾ മാത്രമായിക്കൊണ്ടൊക്കെ പലപ്പോഴും പല ട്രാവൽസ് വഴിയും ഹജ്ജിന് വേണ്ടി പോകാറുണ്ട്. ട്രാവൽസുകാർ ചെയ്തു സൗകര്യം ചെയ്തു തന്നെ എന്ന് വരാം, പക്ഷേ അത് ഇസ്ലാമികപരമായ തെറ്റാണ്. അത് ആര് ചെയ്താലും ശരി. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ വമഅഹാ ദു മഹറം. മഹറം കൂടെയില്ലാതെ ഒരാണും പെണ്ണും ഒറ്റക്കാകരുത്. മഹറം എന്ന് പറഞ്ഞാൽ വിവാഹം നിഷിദ്ധമായ ആളുകൾ, സഹോദരൻ, വാപ്പ, അങ്ങനെയുള്ള അമ്മാവൻ, അങ്ങനെയുള്ള ആളുകളൊക്കെ മഹറമുകളാണ്. അവർ കൂടെയില്ലാതെ അന്യ പുരുഷനും സ്ത്രീയും ഒറ്റക്കാകാൻ പാടില്ല. വലാ തുസാഫിറുൽ മർഅതു, ഒരു പെണ്ണ് യാത്ര ചെയ്യാൻ പാടില്ല. ഇല്ലാ മഅദി മഹറമിൻ, മഹറമില്ലാതെ ഒറ്റ യാത്ര ചെയ്യാനും പാടില്ല. യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് പോയി, ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോയി, അതല്ല, അത് യാത്രയല്ല. സഫർ, യാത്ര എന്ന് പറയാവുന്ന ആ പരിധിയിലും ദൂരത്തിലുമുള്ളതാണ് എങ്കിൽ കൂടെ മഹറം അനിവാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറഞ്ഞപ്പോ ഒരാൾ എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്നംറഅതി ഖറജത് ഹാജതൻ, എന്റെ ഭാര്യ ഹജ്ജിന് വേണ്ടി പോവുകയാണ്. വഇന്നി ഉക്തുതിബ്തു ഫീ ഗസ്വതി കദാ വകദാ, ഞാനാകട്ടെ ഇന്ന യുദ്ധത്തിന് പോകാൻ നിശ്ചയിക്കപ്പെട്ട ആളുമാണ്. നിങ്ങൾ യുദ്ധത്തിന് പോകാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭാര്യ ഹജ്ജിന് വേണ്ടി പോവുകയാണ്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻതലിഖ് ഫഹജ്ജ മഅ ഇംറഅതിക്, നീ നിന്റെ ഭാര്യയുടെ കൂടെ പോ, നീ അവളുടെ കൂടെ പിന്നെ ഹജ്ജ് ചെയ്യ്. ഫഅമറഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യഹജ്ജ മഅ ഇംറഅതിഹി. സ്വഹാബി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ഒഴിവാക്കി, ജിഹാദ് ഒഴിവാക്കിയിട്ട് തന്റെ ഭാര്യയുടെ കൂടെ ഹജ്ജിന് വേണ്ടി കൂടെ പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീ മഹറമില്ലാതെ യാത്ര പോകൽ എത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ് എന്ന് നമ്മൾ ഈ ഹദീസ് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരന്മാരെ, ഹജ്ജിലേക്ക് നമ്മൾ ധൃതി കാണിക്കുക. കാരണം നമ്മുടെ തടസ്സങ്ങൾ മുമ്പിൽ എപ്പോൾ നേരിടുമെന്ന് പറയാൻ സാധ്യമല്ല. കയ്യിൽ സാമ്പത്തികമായി അതിനുള്ള ഒരു പണം നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അതിലേക്ക് ഇറങ്ങണം. അടുത്ത കൊല്ലമാകട്ടെ, അല്ലെങ്കിൽ അത് അടുത്ത കൊല്ലം കഴിയട്ടെ, ഇപ്പോഴത്തെ കുറച്ച് വേറെ ചില വിഷയങ്ങൾ അതൊക്കെ തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഹജ്ജിനെ മാറ്റി വെക്കാൻ പാടില്ല. ചില ആളുകളുണ്ട്, പെൺകുട്ടിക്ക് 10 വയസ്സായി, അവിടെ കല്യാണം കഴിയട്ടെ, മക്കളെയെല്ലാം കെട്ടിച്ചു പറഞ്ഞയച്ചിട്ട് ഹജ്ജിന് പോകാവൂ എന്ന നിയമം ഇസ്ലാമിലില്ല. അത് ഓരോന്നിന്റെയും സമയമാകുമ്പോൾ ആ സമയത്ത് നടക്കും. ഹജ്ജ് എന്ന് പറയുമ്പോൾ തനിക്ക് സാമ്പത്തികമായ ശേഷി വന്നു കഴിഞ്ഞാൽ അത് ചെയ്യൽ നിർബന്ധമാണ്. അടുത്ത വർഷത്തേക്കോ പിന്നീടുള്ള വർഷങ്ങളിലേക്കോ മാറ്റിവെക്കാൻ പാടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, തഅജ്ജലു ഇലൽ ഹജ്ജ്, നിങ്ങൾ ഹജ്ജിലേക്ക് ധൃതി കാണിക്കണം. ഫഇന്ന അഹദകും ലാ യദ്രി മാ യഅരിദു ലഹു, അവന് എപ്പോഴാണ് എന്താണ് തടസ്സമായി മുന്നിൽ വരാന്ന് പറയാൻ പറ്റൂല. ഇക്കൊല്ലം എല്ലാ സൗകര്യം ഉണ്ടായിരുന്നു, പണവും ഉണ്ടായിരുന്നു, എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു, പക്ഷെ അവൻ പോകുന്നില്ല. അടുത്ത കൊല്ലം ചിലപ്പോൾ രോഗിയായി കിടന്നേക്കാം, അവൻ കുറ്റക്കാരനാണ്. കഴിഞ്ഞ വർഷം പൈസ ഉണ്ടായിട്ട് പോയിട്ടില്ല, അല്ലെങ്കിൽ അടുത്ത വർഷം വേറെ തടസ്സങ്ങൾ വന്നേക്കാം, പക്ഷെ കഴിഞ്ഞ വർഷം സൗകര്യം ഉണ്ടായിട്ട് പോയിട്ടില്ല, അവൻ കുറ്റക്കാരനാണ്. അതാണ് ആ ഹജ്ജിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അറാദൽ ഹജ്ജ, ഒരാൾ ഹജ്ജ് ഉദ്ദേശിച്ചാൽ ഫലയതഅജ്ജൽ, വേഗത്തിൽ പോകണം. ഫഇന്നഹു ഖദ് യംറദുൽ മരീദ്, ചിലപ്പോ അവൻ രോഗിയായേക്കാം. വതളില്ലുല്ലാല്ല, അല്ലെങ്കിൽ ചിലത് പോകാനുള്ള സാഹചര്യങ്ങളിൽ ചിലത് പിന്നീട് നഷ്ടപ്പെട്ടേക്കാം. വതഅരുദുൽ ഹാജ, അതല്ലെങ്കിൽ മറ്റു വല്ല ആവശ്യങ്ങളും മുമ്പിൽ കടന്നു വന്നേക്കാം. അപ്പൊ ഇങ്ങനെയുള്ള പല തടസ്സങ്ങളും വരാറുണ്ട്. അതുകൊണ്ട് ഫലയതഅജ്ജൽ, നിങ്ങൾ ഹജ്ജിലേക്ക് ധൃതി കാണിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയുണ്ടായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ലഖദ് ഹമംതു, ഞാൻ ഒരിക്കൽ ഉദ്ദേശിച്ചു, എന്താ ഉദ്ദേശിച്ചത്, അൻ അബ്അസ റിജാലൻ ഇലാ ഹാദിഹിൽ അംസ്വാർ, അദ്ദേഹത്തിന്റെ ഭരണപ്രദേശത്തുള്ള ആ നാടുകളിലേക്ക് ചില ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കാൻ. എന്തിനു വേണ്ടി? ഫയൻദുറു കുല്ല മൻ ലഹു ജിബ്ദത്തുൻ വലം യഹജ്ജ് ഫയദ്രിബു അലൈഹിമുൽ ജിസിയ മാഹും ബിമുസ്ലിമീൻ മാഹും ബിമുസ്ലിമീൻ. ഹജ്ജ് ചെയ്യാൻ ശേഷിയുണ്ടായിട്ട് ഹജ്ജിന് പോകാതിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്, അത് പരിശോധിക്കാൻ ഞാൻ ഉദ്യോഗസ്ഥന്മാരെ വിടാൻ ഉദ്ദേശിച്ചു. എന്നിട്ട് ഹജ്ജിന് പോകാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകം നികുതി നാട്ടിൽ ചുമത്തണം. ആ നികുതി അവർ അടക്കേണ്ടി വരും. കാരണം അവർ മുസ്ലിങ്ങളല്ല, അവർ യഥാർത്ഥ മുസ്ലിങ്ങളല്ല. മാഹും മുസ്ലിമീൻ, ഒരാൾ നമസ്കരിക്കാതിരുന്നാൽ അവൻ മുസ്ലിം അല്ല, റമദാനായി നോമ്പെടുക്കുന്നില്ല, സകാത്ത് കൊടുക്കുന്നില്ല, ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കുന്നില്ല എങ്കിൽ അവന്റെ ഹുക്കുമ നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെയാണ് ഹജ്ജിന്റെ കാര്യവും. ശേഷിയുണ്ടായിട്ട് പോകാത്തവൻ അവന്റെ ഇസ്ലാം സമ്പൂർണ്ണമാകുന്നില്ല. ഇനി ഒരു പ്രശ്നം, ചിലപ്പോൾ നമ്മുടെ കയ്യിൽ പണമില്ല, ക്യാഷായിട്ട് കയ്യിലിരിക്കണില്ല, പക്ഷേ
ഒരാൾക്ക് തൻ്റെ വീടും ആ വീടിനോട് അനുബന്ധമായി ഒരു 10-20 സെന്റ് സ്ഥലം, അതില് അത്യാവശ്യം തെങ്ങും മറ്റും ഉൽപ്പന്നങ്ങളും വീടിന്റെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിനപ്പുറത്ത് അദ്ദേഹത്തിന് വേറൊരു സ്ഥലത്ത് ഒരു 20 സെന്റ് സ്ഥലം വേറെ കിടക്കുക, വേറെ 20 സെന്റ് സ്ഥലം അല്ലെങ്കിൽ 10 സെന്റ് സ്ഥലം വേറെ സ്ഥലത്ത് കിടക്കുകയാണ്. അതൊക്കെ റോഡ് സൈഡിൽ നല്ല വില കിട്ടുന്ന സ്ഥലങ്ങളും ഏറ്റവും ചുരുങ്ങിയത് 1 ലക്ഷമെങ്കിലും ഇപ്പോൾ ഒരു സെന്റിന് കിട്ടും. അങ്ങനെ പല സ്ഥലങ്ങളിലായി സ്ഥലങ്ങൾ കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾക്ക് തോട്ടങ്ങളോ പറമ്പുകളോ കിടക്കുന്നുണ്ടെങ്കിൽ അവന് ഹജ്ജ് നിർബന്ധമാണ്. കയ്യിൽ പൈസ എന്ന് പറയുന്ന ക്യാഷായിട്ട് ഇല്ല എന്നുള്ളത് കൊണ്ട് അവന് ഹജ്ജ് നിർബന്ധമാകാതിരിക്കുന്നില്ല. അവൻ ആ സ്ഥലം വിൽക്കണം. ഏത് സ്ഥലം? ഇരിക്കുന്ന കടപ്പാടം വിൽക്കണം എന്നല്ല, അത് അവന്റെ ആവശ്യത്തിനുള്ളതാണ്, അത് വിൽക്കേണ്ട ആവശ്യമില്ല. അതിന്റെ അപ്പുറമായി കൊണ്ട് അവന് സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അത് വിറ്റുകൊണ്ട് അവൻ ഹജ്ജിന് പോകണം. ഷെയ്ഖ് ഹമദ് ബിൻ അബ്ദുള്ള അൽ ഹമദ് സൗദി അറേബ്യയിലെ ഫത്വ ബോർഡ് പഴയകാല പണ്ഡിതന്മാരാണ്. അവരോട് ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ഫത്വ ചോദിച്ചപ്പോ അദ്ദേഹം പറയാണ്, തന്റെ ആവശ്യത്തിനുള്ള വീടും സ്ഥലവും അതിനപ്പുറം മറ്റൊരു സ്ഥലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മിച്ചമായി കയ്യിലുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നത് കൊണ്ടോ അത് വിൽക്കുന്നത് കൊണ്ടോ വീട്ടിലെ ചെലവുകൾക്ക് ഭാരമോ പ്രയാസമോ വരികയില്ല. അങ്ങനെയാണ് എങ്കിൽ ഇതുപോലെ ഒരാൾക്ക് മസ്കനാൻ 2 വീടുണ്ട്, ഒരു കാര്യമില്ലാതെ കിടക്കുന്ന ഒരു വീടും സ്ഥലവും, ഔ മർക്കബാൻ ഒരു ഉപകാരവുമില്ലാതെ കിടക്കുന്ന 2 വാഹനങ്ങൾ, ഒന്നേ ആവശ്യമുള്ളൂ, ഒന്നേ ഉപയോഗിക്കുന്നുള്ളൂ, ഒന്നവിടെ വെറുതെ കിടക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് എങ്കിൽ ഒരു സ്ത്രീക്ക് അടിസ്ഥാനപരമായി ഇസ്ലാം നിശ്ചയിച്ച് അനുവദിച്ചതാണ് ആഭരണം ധരിക്കുക എന്നുള്ളത്. ആ അടിസ്ഥാന ആവശ്യമായ ആഭരണം ചിലപ്പോൾ 10, 15, 20 അവൻ ഒരു സ്ത്രീയുടെ കയ്യിലുണ്ടാകും. അത് അവളുടെ അത്യാവശ്യ കാര്യത്തിനും അവൾ ഉപയോഗിക്കുന്നതുമാണ്. അതിനപ്പുറമായി അവളുടെ കയ്യിൽ സ്വർണങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ 25 പവൻ വേറെ ലോക്കറിൽ കിടക്കുകയാണ്, 50 പവൻ വേറെ ലോക്കറിൽ കിടക്കുകയാണ്, ഇവിടെ 10-15 പവൻ അവളുടെ കയ്യിൽ വേറെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവളുടെ അപ്പുറത്തുള്ള സ്വർണം ഈ വ്യക്തിയുടെ 2 വാഹനങ്ങളിൽ ഒരു വാഹനം, അതേപോലെ ആവശ്യമില്ലാതെ കിടക്കുന്ന മറ്റു സ്ഥലങ്ങൾ, അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ വ്യക്തിയെ എന്ത് ചെയ്യണം? അത് വിൽക്കൽ നിർബന്ധമാണ്. ഹജ്ജ് എന്ന കർമ്മം നിർവഹിക്കാൻ, ആ വാജിബ് പൂർത്തിയാക്കാൻ. അതുകൊണ്ട് സഹോദരന്മാരെ, ക്യാഷായിട്ട് എന്റെ കയ്യിലില്ല എന്ന് കരുതിക്കൊണ്ട് നമ്മൾ ആരും സമാധാനിക്കരുത്. സഹോദരിമാർ ആലോചിക്കുക, എന്റെ കയ്യിൽ എത്ര സ്വർണ്ണാഭരണമുണ്ട്. നമ്മളും ചിന്തിക്കുക, നമ്മുടെ എത്ര പറമ്പുകൾ, എത്ര ഏക്കർ കണക്കിന് സെന്റ് കണക്കിന് സ്ഥലങ്ങൾ എവിടെയൊക്കെ ഉണ്ട് നമുക്കറിയാം. അപ്പോ അത് നമ്മുടെ വീടിന്റെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, അതിനപ്പുറമായി എക്സ്ട്രയായി കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അത് വിറ്റുകൊണ്ട് നിങ്ങൾ ഹജ്ജിന് പോകൽ നിർബന്ധമാണ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഏതായാലും അല്ലാഹു തആല വലിയ മഹത്വം പറഞ്ഞിട്ടുള്ള, വലിയ പുണ്യം പറഞ്ഞിട്ടുള്ള പരിശുദ്ധമായ ഹജ്ജ്, അത് പോകാനുള്ള തൗഫീഖ് അത് റബ്ബിന്റെ വലിയൊരു അനുഗ്രഹമാണ്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, പരിശ്രമങ്ങളും വേണം. കാരണം പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പണം സമാഹരിക്കാറുണ്ട്. എനിക്ക് ഹജ്ജിന് പോകണം, അത് നിർവഹിക്കണം, ആ ഒരു താല്പര്യത്തോടു കൂടി നമ്മൾ അല്പാൽപമാണെങ്കിലും സ്വരൂപിക്കുമ്പോൾ നല്ല നിയ്യത്തുണ്ടെങ്കിൽ, പ്രാർത്ഥനകളുണ്ടെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പ്രവാചകനോട് ചോദിച്ചു, അയ്യുൽ അഅമാലി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണ് പ്രവാചകരെ? ഖാല ഈമാനും ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും റസൂലിലുമുള്ള ഈമാൻ, അതാണ് ആദ്യം വേണ്ടത്. പിന്നെ ചോദിച്ചു, പിന്നെ ഏതാണ്? അടുത്തത് ഏതാണ്? ഖാല ജിഹാദുൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ജിഹാദാണ്. മൂന്നാമത് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹജ്ജുൻ മബ്റൂർ, മബ്റൂറായ ഹജ്ജ്, പുണ്യകരമായ ഹജ്ജ്, തെറ്റുകളില്ലാത്ത, പാപങ്ങളില്ലാത്ത, ഇഖ്ലാസോടുകൂടി, തഖ്വയോടുകൂടി എല്ലാ കർമ്മങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് നിർവഹിക്കുന്ന പരിശുദ്ധമായ ഹജ്ജ്, അതിനാണ് ഹജ്ജുൻ മബ്റൂർ എന്ന് പറയുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഹജ്ജ ഹാദൽ ബൈത, ഒരാൾ ഈ കഅബയിൽ വന്നുകൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിച്ചു, ഫലം യർഫുസ്, അവൻ വേണ്ടാത്ത പ്രവർത്തനങ്ങൾ, ലൈംഗികമായ മറ്റു കാര്യങ്ങൾ, ഭാര്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അങ്ങനത്തെ ഒന്നും ചെയ്യുന്നില്ല. വലം യഫ്സുഖ്, ചീത്തയായ കാര്യങ്ങൾ ചെയ്യുന്നില്ല. അപ്പൊ ലൈംഗികമായ തിന്മകളും പാടില്ല, മറ്റു കാര്യങ്ങളും പാടില്ല. അങ്ങനെ ഒരാൾ ഹജ്ജ് ചെയ്താൽ റജഅ കയൗമി വലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ പ്രസവിച്ച ദിവസം പോലെ, ആ ഒരു പുതിയതായി ജനിച്ച കുഞ്ഞിനെ പോലെ അവന് മടങ്ങാൻ സാധിക്കും. പാപങ്ങളില്ലാതെ, തിന്മകളില്ലാതെ, പാപക്കറകളില്ലാതെ ശുദ്ധമായി കൊണ്ട് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോരാൻ സാധിക്കും. ഹജ്ജിന്റെ മഹത്വമാണത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തുൻ ലിമാ ബൈനഹുമാ, ഒരു ഉംറ കഴിഞ്ഞ് വീണ്ടും ഒരാൾ ഒരു ഉംറ നിർവഹിച്ചാൽ അതിനിടക്കുള്ള പാപങ്ങൾ ആ രണ്ടാമത്തെ ഉംറയിലൂടെ മായ്ക്കപ്പെടും. വൽ ഹജ്ജുൽ മബ്റൂർ,
മബ്റൂറായ ഹജ്ജ്, നന്മ നിറഞ്ഞ ഹജ്ജ്, ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗ്ഗമല്ലാതെ പ്രതിഫലമില്ല അതിന്. അപ്പോൾ റബ്ബ് സ്വർഗ്ഗം വാഗ്ദാനം ചെയ്ത എല്ലാ പാപങ്ങളും പുറത്തു തരുമെന്ന് അല്ലാഹു തആല വാക്ക് പറഞ്ഞ ഒരു ഉമ്മ പ്രസവിച്ച ശേഷമുള്ള കുഞ്ഞിന്റെ അവസ്ഥയെപ്പോലെ തിരിച്ചു വരാമെന്ന് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ പരിശുദ്ധമായ ഹജ്ജ്, അത് സാമ്പത്തികമായ ശേഷിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. അവനവന്റെ സാമ്പത്തിക ശേഷികൾ വിലയിരുത്തേണ്ടത് അവനവനാണ്, അത് വേറൊരാൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതല്ല. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ആ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് എത്തിച്ചേരുവാനും അല്ലാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ള ആ കർമ്മം നിർവഹിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുഅ്മിനീന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا. أما بعد فاتقوا الله عباد الله أيها الناس أوصيكم عباد الله وإياي ثانيا بتقوى الله. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ഹജ്ജ് കടന്നു വരുമ്പോൾ പരിശുദ്ധ കഅബാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഹാജിമാരുടെ എല്ലാം പ്രവർത്തനങ്ങൾ എങ്കിലും ആ കഅബയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ലാത്ത നാടുകളിലുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്തായി നിശ്ചയിച്ചു എന്നതാണ് ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത്. പലപ്പോഴും പല പള്ളികളിലും ഉദ്ഹിയ്യത്ത് സംഘടിതമായി നിർവഹിക്കാറുണ്ട്. അതിങ്ങനെ ഉദ്ഹിയ്യത്തുണ്ട്, ഇനി ആരൊക്കെ ചേരുന്നു, ഇനി ആരൊക്കെ ചേരുന്നു, ഇനി ആരൊക്കെ ചേരുന്നു എന്നിങ്ങനെ ആവർത്തിച്ച് പല പള്ളികളുടെയും ഗ്രൂപ്പുകളിൽ വരാറുണ്ട്. അങ്ങനെ ആവർത്തിച്ച് ചോദിക്കേണ്ട ഒരു കാര്യം അല്ല അത്. എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നവരെ കുറ്റം പറയല്ല, അവർ ചോദിക്കേണ്ടുന്ന ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കരുത്. നമ്മൾ താല്പര്യം കാണിച്ച് നമുക്ക് അല്ലാഹ് നിശ്ചയിച്ചൊരു ഇബാദത്താണ്. ബലികർമ്മം നിർവഹിക്കുന്ന മൃഗത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് അല്ലാഹു തആല പറഞ്ഞു, ഫകുലൂ മിൻഹാ, നിങ്ങൾ അത് തിന്നണം. വഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തർ, ഇല്ലാത്തവർക്ക് കൊടുക്കണം. കദാലിക സഖർനാഹാ ലക്കും, അല്ലാഹു നിങ്ങൾക്ക് അതിനെ കീഴ്പ്പെടുത്തി തന്നു. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ മൃഗത്തിന്റെ വിഷയത്തിൽ നമ്മൾ നന്ദി കാണിക്കണം. അതല്ലാത്ത നിനക്ക് റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഒരുപാട് പല ആവശ്യങ്ങൾക്കും വേണ്ടി പലപ്പോഴും നമ്മൾ ആവശ്യത്തിലധികം പണം ചിലവഴിക്കാറുണ്ട്. നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ വന്നാൽ ഒരു 5 6 വേണ്ട, കുടുംബത്തിലെ കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂടിയാൽ 10-10,000 രൂപ എന്തായാലും നമ്മൾ ചിലവാക്കും. നാട്ടിലെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് കൊണ്ടാണ് നമ്മുടെ കല്യാണങ്ങൾക്ക് നമ്മൾ പണം ചിലവഴിക്കുന്നത്. അത് പലപ്പോഴും ഒരു കാര്യവുമില്ലാത്ത നിലക്കുള്ള ചിലവഴിക്കലുകൾ, ലക്ഷങ്ങളാണ് നമ്മൾ നശിപ്പിച്ചു കളയുന്നത്. ഇത് വലിയൊരു ഇബാദത്ത്. അല്ലാഹു തആല നമ്മിൽ നിന്നും സ്വീകരിക്കുന്ന, നമ്മുടെ ഇഖ്ലാസിനെ പരിഗണിക്കുന്ന, നമ്മുടെ തഖ്വയെ പരിഗണിക്കുന്ന, നമ്മുടെ ആ മൃഗത്തെ അറുത്ത് അതിന്റെ രക്തം ഭൂമിയിൽ വീഴുന്നതിന് മുമ്പായി അള്ളാഹിന്റെ അടുക്കൽ ഒരു സ്ഥാനത്ത് ആ രക്തം വീഴുന്നുണ്ടെന്ന, കാരണം റബ്ബ് അത് സ്വീകരിച്ചു കഴിഞ്ഞു. അത്രയും മഹത്വത്തോടു കൂടി പറഞ്ഞ ആ ഒരു ഇബാദത്ത് നമ്മൾ അതിലേക്കൊക്കെ മുന്നിട്ടിറങ്ങണം വേഗത്തിൽ. കാരണം നമ്മൾ ഇങ്ങനെ മരിച്ചാലും ശരി, നമ്മുടെ കാശ് അവിടെ കൊടുത്ത് നമ്മൾ മരണപ്പെട്ടു പോയാലും നമ്മുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം കിട്ടും. അപ്പൊ അതുകൊണ്ട് അല്ലാഹു നമുക്ക് സുന്നത്താക്കി തന്നിട്ടുള്ള, സുന്നത്ത് എന്ന് പറയുമ്പോൾ സുന്നത്തുൽ മുഅക്കദത്ത് എന്ന് പറയാം, പ്രബലമായ സുന്നത്ത്. ചില പണ്ഡിതന്മാർ വാജിബി എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഭൂരിപക്ഷ പണ്ഡിതന്മാരും അത് മുഅക്കദത്തായ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു ബലികർമ്മം അത് അള്ളാഹു എനിക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള ഇബാദത്താണ് എന്നുള്ള ബോധ്യത്തോടുകൂടി അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി എന്ന നിലക്ക് നമ്മൾ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുകയും അതിനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ചെയ്യുകയും ചെയ്യാം. ഒരു പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്നിച്ച് മൃഗങ്ങളെ വാങ്ങി ആ മൃഗത്തിന് ഒരു വില നിശ്ചയിച്ച് അതിന് ഇത്ര രൂപയാണെന്ന് പറഞ്ഞ് ആ പള്ളിയാണത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സൗകര്യമായി ആ എത്ര ആളുകൾ കയറി വന്നാലും പള്ളിക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഇനി വാങ്ങിവെച്ച മൃഗത്തിൽ അഥവാ ബാക്കിയുണ്ടെങ്കിൽ അത് പറയാൻ കാരണം ചിലപ്പോൾ ആളുകൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ പലപ്പോഴും വരാറുണ്ട്. അപ്പൊ പല മൃഗങ്ങൾ വാങ്ങിയിട്ട് പല മൃഗങ്ങളും പല വിലക്കാണ്. അപ്പൊ എല്ലാവർക്കും ഒരേ റേറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തെ മൃഗത്തിന്റെ കാശ് ഇപ്പുറത്തേക്ക് വരില്ലേ എന്ന് ചോദിക്കാറുണ്ട്. അത് വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഒരാൾ 2 പോത്തിനെ വാങ്ങാൻ പോയി. ഒരു പോത്തിന് 65, മറ്റൊരു പോത്തിന് 75 ആണ്. 2 പോത്തും കൊണ്ടുവന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്,
തുല്യമാക്കി ഒരേ റേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പുറത്തെ പോത്തിന്റെ പൈസ ഇപ്പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മൾ പള്ളിയിൽ ചെയ്യുന്ന സംവിധാനം അങ്ങനെയല്ല. പള്ളി മൊത്തത്തിൽ 100 150 ആടുകളെ ഒന്നിച്ച് വാങ്ങുകയാണ്. പിന്നെ പള്ളിയുടേതായി ആ പള്ളി എന്ത് ചെയ്യുന്നു? ഒരു വില നിശ്ചയിക്കുകയാണ്. ഇത്രയാണ് ഇതിന്റെ വില. ഇനി അതിലേക്ക് കൂടുതൽ ആളുകൾ വന്നാലും ആ ഉത്തരവാദിത്തം പള്ളി ഏറ്റെടുക്കും. ഇനി വാങ്ങിയ ആളുകൾ അധികം വന്നാലും അതെന്ത് ചെയ്യണം? അതും പള്ളി അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കും. നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ ആ നേരത്തെ പറഞ്ഞ നിയമം പോലെയല്ല ഇവിടെ വരുന്ന നിയമം. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു നല്ല നിയത്തോടു കൂടി ആ കർമ്മത്തിലേക്ക് നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങുക. സ്വഹാബികൾ കാണാം, ഹദീസിൽ കാണാം, സ്വഹാബികള് ഞങ്ങൾ ബലിമൃഗത്തെ തടിപ്പിക്കാറുണ്ട്, നേരത്തെ കൊണ്ടുവന്ന് തടിച്ചു കൊഴുപ്പിക്കാറുണ്ട്. അത് നമ്മൾ അതിനു വേണ്ടി വാങ്ങിക്കഴിഞ്ഞു. ആ വാങ്ങിവെച്ച മൃഗങ്ങളെ നമ്മുടെ ആവശ്യപ്രകാരം അതിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ആ ബലികർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇടപെടണം. ഞാൻ പൈസ കൊടുത്തു, എന്റെ ഉത്തരവാദിത്തം തീർന്നു എന്ന് പറഞ്ഞ് നമ്മളെ കൊഴിഞ്ഞു പോകരുത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അപ്പൊ ഇവിടെ ഉദ്ഹിയത്ത് എന്ന് പറയുമ്പോൾ ശരിക്കും സമർപ്പണമാണ്. നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടതിന് റബ്ബിന്റെ മാർഗത്തിൽ സമർപ്പിക്കുക. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മകൻ അറുക്കാൻ പറഞ്ഞു. സ്വന്തം മകന്റെ കഴുത്തറുക്കാൻ ഇബ്രാഹിം നബി സന്നദ്ധനായി. അതൊരു സമർപ്പണമാണ്. നമ്മോട് അള്ളാഹു താല കൽപ്പന നൽകിയിട്ടില്ല. അതിന് പകരം വലിയൊരു ബലിമൃഗത്തെ അള്ളാഹു താല ഇറക്കി കൊടുത്തു. എന്നിട്ട് അത് പിൽക്കാലക്കാർക്ക് അള്ളാഹു താല ഒരു ചര്യയാക്കി കൊടുക്കുകയും ചെയ്തു. അതും റബ്ബിന്റെ ഒരു അനുഗ്രഹമാണ്. അപ്പോ അത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള റബ്ബിലേക്ക് ഒരു സമർപ്പണം എന്ന നിലക്ക് നമ്മൾ അതുമായി ഇടപെടുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. മൃഗങ്ങളെ വാങ്ങുമ്പോൾ ന്യൂനതകളില്ലാത്ത ചില ആളുകളൊക്കെ ഒറ്റക്ക് ചെയ്യുന്നവരുണ്ടാകും. അതും വിരോധമുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല മൃഗമായിരിക്കണം. അതിന് ന്യൂനതകൾ ഉണ്ടാകാൻ പാടില്ല. രോഗം വ്യക്തമായ മൃഗമാകാൻ പാടില്ല. മെലിഞ്ഞൊട്ടിയ മൃഗമാകാൻ പാടില്ല. നടക്കുമ്പോൾ മുടന്ത് അനുഭവപ്പെടുന്ന മൃഗമാകാൻ പാടില്ല. രോഗം പ്രകടമാകുന്ന മൃഗങ്ങളാകാൻ പാടില്ല. അങ്ങനെ എന്തെല്ലാം ന്യൂനതകളുണ്ടോ അതിൽ നിന്നെല്ലാം മുക്തമായ ഏറ്റവും നല്ല മൃഗമായിരിക്കണം ഉദ്ഹിയത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഒരാള് ഉദ്ഹിയത്തിന് വേണ്ടി ഒരു മൃഗം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് വിൽക്കാൻ പാടില്ല, അത് വിൽക്കാൻ പാടില്ല, അതൊരാൾക്ക് ദാനം കൊടുക്കാൻ പാടില്ല. എന്നാൽ ചിലപ്പോൾ മാറ്റാം. എങ്ങനെ? വാങ്ങിയ മൃഗത്തെക്കാൾ നല്ല മൃഗം, ഒന്നുകൂടി വലിയൊരു മൃഗം വേറെ കണ്ടു, അപ്പൊ ഇത് ഒഴിവാക്കി അത് തിരിച്ചു അത് വേറെ വാങ്ങാം, അതിന് കുഴപ്പമില്ല. പകരം മറ്റൊന്ന് വാങ്ങൽ. അതല്ലാതെ വാങ്ങിയ മൃഗത്തെ വിറ്റ് ഇനി ഞാൻ ഉള്ളിയത്ത് അറുക്കുന്നില്ല എന്ന് പറയാൻ പാടില്ല. അതേപോലെ തന്നെ ആ വാങ്ങിയ മൃഗം വേറെ ആൾക്ക് സ്വതക്കയായിട്ടോ ദാനമായിട്ടോ കൊടുക്കാൻ അതും പാടില്ല. അത് ഉദ്ഹിയത്തായി തന്നെ അറുക്കപ്പെടേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. ഇനി കൂടുതലായി അത്തരം കാര്യങ്ങളൊക്കെ അറിയേണ്ടുന്ന ആളുകൾ നമ്മുടെ കൂടെ പണ്ഡിതന്മാർ ധാരാളമുണ്ട്. ചോദിക്കുക, അറിയുക, പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ പള്ളിയിൽ എല്ലാ വർഷവും ഉദ്ഹിയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായി നടത്തി വരാറുണ്ട്. അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ, പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ എത്രയും പെട്ടെന്ന് അതിൽ പങ്കാളികളാകണമെന്ന് ഉണർത്തുകയാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, നമ്മുടെ മദ്രസ സംവിധാനമുണ്ട്. നമ്മുടെ ഈ മഹലിന്റെ കീഴിൽ നമ്മുടെ അൽ ഹിദായ മദ്രസ സാധാരണ 1, 2 തുടങ്ങി അങ്ങനെ ക്ലാസ്സുകളിലൂടെ പഠിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. ഒരു 1-2 വർഷമായി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ബഹിജ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് 4 വയസ്സ് മുതലാണ് കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. ഇനി ആ 1ാം ക്ലാസ് എന്ന സിസ്റ്റം ഇല്ലാതെയാവുകയാണ്. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ 4 വയസ്സ് പൂർത്തിയായി ജൂൺ മാസത്തേക്ക് 4 വയസ്സായ ആകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ നമ്മുടെ മദ്രസയിൽ കൊണ്ടുവന്ന് നമ്മൾ ചേർക്കണം. വളരെ ചെറുപ്പം മുതലേ അക്ഷരങ്ങളും വളരെ ചെറുപ്പം മുതലേ ദുആകളും ദിക്റുകളും പ്രാർത്ഥനകളും എല്ലാം പഠിച്ച് ഒരു 2ാം ക്ലാസ് കഴിയുമ്പോഴേക്കും തജ്വീദോടുകൂടി കുട്ടികൾ പൂർണ്ണമായും ഖുർആൻ ഓതാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു രൂപത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കിക്കൊണ്ടാണ് ബഹിജ എന്ന പേരിൽ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രീ മദ്രസയായിക്കൊണ്ട് തുടങ്ങുന്നത്. കുറച്ച് കഴിഞ്ഞാൽ ഇനി 1ാം ക്ലാസ്സിലേക്ക് വേറെ ചേർക്കൽ ഉണ്ടാവുകയില്ല. ഇതിലൂടെ വരുന്ന കുട്ടികളാണ് ബഹിജ കഴിഞ്ഞാൽ പിന്നെ 1, 2 അങ്ങനെ പോകുന്നത്. അപ്പൊ അതനുസരിച്ച് കൊണ്ടാണ് അവരുടെ സിലബസും തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ, നമ്മുടെ പരിസരങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ആ പ്രായത്തിലെത്തിയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ നേരത്തെ തന്നെ നമ്മളെല്ലാവരും ഇടപെട്ടുകൊണ്ട് അവരെ മദ്രസയിൽ കൊണ്ടുവന്ന് ചേർക്കണമെന്ന് ഉണർത്തുകയാണ്. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ ഞായറാഴ്ച നമ്മുടെ എല്ലാ മാസവും നടന്നു വരാറുള്ള വിജ്ഞാനവേദി ഉണ്ടായിരിക്കും. ഷിയായിസം, അതിൻ്റെ ചരിത്രവും അവരുടെ ആദർശവും എന്താണ് എന്ന് അത് പഠിക്കാൻ വേണ്ടി മാത്രമാണ്. ഏതെങ്കിലും ഒരു ഇപ്പോഴത്തെ സാഹചര്യം വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരാളുടെ കൂടെ കൂടുവാനോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളെ എഴുത്തുവാനോ അതൊന്നുമല്ല. മറിച്ച് നമ്മൾ മുസ്ലിങ്ങളായി നടക്കുമ്പോൾ എന്താണ് ഷിയാക്കൾ, ആരാണ് ഷിയാക്കൾ, എന്താണ് അവർക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നം എന്താണ്, അവരെങ്ങനെ ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങൾ ചരിത്രപരമായി പ്രാമാണികമായി നമുക്ക് പഠിക്കാനുള്ള ഒരു വേദിയാണ്. സംശയ നിവാരണവും ഇൻഷാ അല്ലാഹ് ആവശ്യമാണെങ്കിൽ നമുക്ക് നടത്താവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും പ്രവർത്തിക്കാനും
ജീവിതത്തിൽ നന്മകൾ മാത്രം സ്വീകരിച്ച് തിന്മകളെല്ലാം ഒഴിവാക്കി നല്ലവരായി ജീവിക്കുവാനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടു പോയ ഒന്ന് രണ്ട് സഹോദരന്മാർ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അള്ളാഹു തആല അവരുടെ എല്ലാം ഖബറുകളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم طيب ثراهم واجعل الجنة مأواهم اللهم لا تشوي خلقنا بالنار ولا تجعلنا من حطب النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم لا تجعل الدنيا أكبر همنا ولا غاية قصدنا ولا مبلغ علمنا ولا إلى النار مصيرنا اللهم اجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا دينا إلا قضيته ولا عيبا إلا سترته ولا مرضا إلا شفيته ولا ضالا إلا هديته ولا مبتلا إلا عافيته ولا كربا إلا نفسته ولا حاجة من حوائج الدنيا والآخرة إلا أتممتها بفضلك وكرمك يا أكرم الأكرمين